നിരന്തരമായി മുഴങ്ങുന്ന ഫോണുകൾ, ഡിജിറ്റൽ ലോകം, പലതരം തിരക്കുകൾ, ഇവയ്ക്കിടയിലെല്ലാം ഏകാന്തത ഉണ്ടാവുമോ? ഉണ്ടാവുമെന്ന് മാത്രമല്ല, 150 കോടിയിലധികം ജനങ്ങളുള്ള ഇന്ത്യയിലെ അതിഗുരുതര മാനസിക രോഗങ്ങളിൽ മുഖ്യമാണിത്. കളിച്ചിരികളുടെ ക്യാമ്പസിലും വർത്തമാനങ്ങൾ നിറയുന്ന കുടുംബത്തിലും സഹപ്രവർത്തകരാൽ സജീവമാവുന്ന തൊഴിലിടത്തിലെല്ലാം ഏകാന്തത എങ്ങനെ വരുന്നു എന്ന് ആശ്ചര്യപ്പെടാൻ വരട്ടെ. ഇവയൊന്നുമില്ലാത്തതല്ല ഇതിന് കാരണം. ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ആഴമില്ലായ്മയും കെട്ടുറപ്പില്ലാത്ത അവസ്ഥയുമാണ് കാരണമെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് 2023 നടത്തിയ പഠന പ്രകാരം നഗരങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരിൽ 1/3 വീതം ഏകാന്തതയുടെയോ സാമൂഹിക അകലത്തിന്റെയോ മാനസിക പ്രശ്നം നേരിടുന്ന ലക്ഷണം കണ്ടെത്തിയെന്നതാണ്. തിരക്കുപിടിച്ച ജീവിതശൈലി, കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് മാറ്റം, തൊഴിൽ പഠന കുടിയേറ്റം, പഠന തൊഴിൽ സമ്മർദ്ദങ്ങൾ, ഇവയെല്ലാം സാമൂഹിക ബന്ധങ്ങൾ ദുർബലമാക്കിയതിൽ പ്രധാന കാരണങ്ങളാണ്. യുവജനങ്ങളുടെ ഏകാന്തത പ്രകാശിക്കുന്ന സ്ക്രീനിൽ മറഞ്ഞിരിക്കുകയാണെന്നും മുതിർന്നവർക്ക് മക്കൾ പഠനത്തിനും ജോലിക്കുമായി പോകുമ്പോൾ കൂടുതൽ ദൃശ്യമാകുന്നുവെന്നും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായ ഷാഹിദ് സുലൈൻ വ്യക്തമാക്കുന്നു. ഏകാന്തത ദിവസേന 15 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായ ദോഷമാണ് ശരീരത്തിനുണ്ടാക്കുന്നതെന്നും മാനസികാരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നതും മോശമായി കരുതുന്നവരുടെ എണ്ണം കൂടുതലാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കോവിഡ് ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നതിൽ മുഖ്യ പങ്കു വഹിച്ചുവെന്ന് മാത്രമല്ല, പലതും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടുമില്ല. ഈ ബന്ധമില്ലായ്മ തുടർന്നുവന്ന് ന്യൂ നോർമൽ എന്ന സ്ഥിതിയിലേക്കായിരിക്കുന്നു ഇപ്പോൾ. സ്കൂൾ, കോളേജ്, തൊഴിലിടങ്ങൾ എന്നിവയെല്ലാം ആത്മബന്ധം വളർത്തുന്ന മാനസികാരോഗ്യ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നത് അനിവാര്യമാണ്. പരസ്പരം കേൾക്കാനും സഹാനുഭൂതി കാണിക്കാനും സഹകരിക്കാനുമുള്ള മനസ്സ് എല്ലാവരും കാണിക്കണം. പുഞ്ചിരിയോടെ അപരനെ മനസ്സിലാക്കുകയും ഇടപഴകുകയും ആവാം. സർക്കാർ സംവിധാനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ, മത, സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്നിവയെല്ലാം മുൻകൈയെടുത്ത് വിവിധ പ്രായത്തിലുള്ളവരുടെ അനുഭവങ്ങൾ പങ്കിടുന്ന ഇടങ്ങൾ ഉണ്ടാക്കണമെന്നും മനഃശാസ്ത്ര മേഖലയുള്ളവർ ആവശ്യപ്പെടുന്നു.